കാരണം ഇപ്പോൾ എല്ലാവരും വൻ പ്രതീക്ഷയോടെയാണ് ഇപ്പോൾ കണ്ടിരുന്നത്. കാരണം ഇവിടെ സ്മാർട്ട് സിറ്റി വരുന്നു, വല്ലാർപാടം വരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയായാലും നമ്മളതിനൊരു ബിസിനസ്, നമ്മുടെ പ്രോഡക്റ്റ് എങ്ങനെയായാലും അവർക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ അങ്ങനെയല്ല, ഒരു ഭൂമി താഴ്ന്നു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾ എന്തായിരുന്നു നിങ്ങളുടെ ആ സമയത്തുള്ള ഒരു ചിന്ത? ഞങ്ങൾ ഈ പറഞ്ഞ പോലെ മറ്റേ സ്മാർട്ട് സിറ്റിയും മറ്റേ വൻ പ്രൊജക്റ്റുകളൊക്കെ വന്നപ്പോൾ വലിയ പ്രതീക്ഷയില്ല. കാരണം വെച്ചാൽ സാധനം എങ്ങനെ പ്രൊഡക്റ്റ് ചെയ്യും, ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ച് ഇങ്ങനെ ആശങ്കയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ചരൽ ലഭ്യത കുറഞ്ഞതുമൂലം വലിയ വില കൊടുത്ത് ആളുകൾ ചരൽ വാങ്ങി ഇത് പണിയാൻ തയ്യാറാവില്ല. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ബ്രേക്ക് ഇപ്പോൾ പൊതുവെ മാർക്കറ്റിലുണ്ട്. അതെല്ലാ മേഖലയിലും വന്നതിൻ്റെ ഭാഗമായിട്ടാണ്. എന്നാലും വലിയ മോശമില്ലാത്ത രീതിയിൽ സാധനം വിൽപ്പനയുണ്ട്. ഈ പൊതുവെ രണ്ടും ഒരു ബിസിനസ് ചെയ്യേണ്ടതും വേറൊരു ആത്മാവിൻ്റെ ഒരു പകുതി ഭാഗം വേറെ ഒരു ബിസിനസ്, എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഈ സ്കൂൾ വിദ്യാഭ്യാസത്തെ ഇടയ്ക്കെങ്കിലും ചിന്തിക്കാറുണ്ടോ? കുറച്ച് പൈസ കൊടുത്ത് കുറച്ച് പിള്ളേരെ കയറ്റാമായിരുന്നില്ലേ എന്ന് ചിന്തിക്കാറുണ്ടോ അസീസിക്ക? അങ്ങനെയല്ല, അല്ല അവിടെ അല്ല പുതിയ LP സ്കൂളിലെ PTA പ്രസിഡന്റും കൂടിയാ പോയി, അത് പരിചയപ്പെടുത്തണമല്ലോ. PTA പ്രസിഡന്റാണ്. എന്നാലും വിചാരിക്കാം എൻ്റെ ഒരു പാർട്ണർ ഇങ്ങനെ വെറും സേവനമായിട്ട് ഇങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത്, കുറച്ച് പൈസ മേടിച്ചെങ്കിൽ അതെങ്കിലും ആ കിട്ടുന്ന വരുമാനം നമ്മുടെ ബിസിനസ് ഇടാമെന്നെങ്കിൽ വല്ലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. കാരണം വെച്ചാൽ ഏറ്റവും നല്ല ഒരു മേഖലയായിട്ടുള്ള വിദ്യാഭ്യാസ മേഖല നമുക്ക് കാണുന്നത്. കാരണം വളരെ സാധാരണക്കാരായിട്ടുള്ള കുട്ടികളാണ് നമ്മുടെ ഈ ഇരട്ട സ്കൂളുകളിൽ, ഇപ്പോൾ ഈ പറഞ്ഞ ഈ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള 2 സ്കൂളുകളിലും പഠിക്കുന്നത്. അപ്പോൾ ആവശ്യമായ സഹായം വീണ്ടും ചെയ്തു കൊടുക്കണമെന്നുള്ളൊരു താല്പര്യമാണ് ഞങ്ങൾക്ക് ഉള്ളത്. കാരണം ഒരിക്കലും പുള്ളി ആ ഒരു ലാഭം ഉദ്ദേശിച്ചിട്ടുള്ള, ഇപ്പോൾ യൂണിഫോം ആണെങ്കിലും ബുക്സ് ആണെങ്കിലും എല്ലാ വർഷവും, അതുപോലെ വാഹന സൗകര്യം, ഇപ്പോൾ തീരെ നിർധനരായിട്ടുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ട് സ്കൂൾ ബസ് ഉപയോഗിക്കാവുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും സഹായങ്ങളാണ് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം വരുമാനത്തിലുപരിയായിട്ട് അൽമുബാറക്കിലാണെങ്കിൽ തന്നെ ഒരു 30ഓളം കുട്ടികൾ നമ്മൾ സൗജന്യമായിട്ട് തന്നെ ഓർഫനേജിൽ നിന്ന് തന്നെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ കർഷകനാണെന്ന് പറഞ്ഞു കേട്ട് എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്? നെൽകൃഷി പണ്ട് നേരത്തേക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും ചെയ്യാൻ ആളെ കിട്ടാത്തത് കൊണ്ട് പരമാവധി നമുക്ക് വെള്ളത്തിൻ്റെ ശല്യമില്ലാത്ത എല്ലാ സ്ഥലവും കപ്പ കൃഷിയാണ് ഞാൻ ചെയ്യുന്നത്. ഏകദേശം എത്ര ഏക്കറിലാണ്? ഒരു 5-6 ഏക്കറോളം നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം വിൽക്കുന്നത് ഇവിടെ വന്നിട്ട് കളക്ട് ചെയ്യുമോ അതോ നമ്മൾ വേറെ പുറത്ത്? എല്ലാം നമുക്ക് അത് ഓരോ തോട്ടം അടച്ച് നമ്മൾ കൊടുക്കും. പാർട്ടി വന്ന് പറിച്ചിട്ട് പോകും. ഇവിടെ വന്ന് തന്നെ സെയിൽ നടത്തും. പച്ചക്കറി ബിസിനസ് വല്ലതും ഉണ്ടോ? നമുക്ക് 2 ആർക്കെങ്കിലും ഒരാൾക്ക് പച്ചക്കറി ബിസിനസ് ഇല്ല. ഇപ്പോഴത്തെ ഈ വിലക്കയറ്റത്തെ ഒരു കർഷകൻ നിലയ്ക്ക് എങ്ങനെ കാണുന്നത്? വിലക്കയറ്റം താങ്ങാൻ പറ്റാത്ത രീതിയിൽ തന്നെയാണ്. നമുക്കത് എങ്ങനെ പരിഹരിക്കാൻ ഉൽപാദനം വർദ്ധിപ്പിക്കാനും കൃഷി കൂടുതൽ ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിക്കുകയും തരിച്ചു കിടക്കുന്ന ഭൂമികൾ നമുക്ക് പ്രയോജനപ്രദമായ രീതിയിൽ സർക്കാരിൻ്റെ ഒക്കെ സഹകരണത്തോടെ, പഞ്ചായത്തിൻ്റെ ഒക്കെ സഹകരണത്തോടെ കൂടുതൽ കൃഷി രംഗത്തേക്ക് ആളുകളെ കൊണ്ടുവരാൻ അത് തന്നെ മാർഗമുള്ളൂ. നമുക്ക് ഏകദേശം നമ്മുടെ ഇതിപ്പോൾ വീട്ടിലാരെല്ലാം ഉണ്ട്? എൻ്റെ അമ്മയുണ്ട്, ഉമ്മ ഉണ്ട്, വൈഫുണ്ട്, 3 പിള്ളേർ. കുട്ടികൾ എന്ത് ചെയ്യുന്നു? ഒരാൾ മൂത്ത ആൾ പെൺകുട്ടിയാണ്, കോതമംഗലം MA കോളേജിൽ BA ഒക്കെ പഠിക്കുന്നു. രണ്ടാമത്തെ ആൾ ആൺകുട്ടി ഇവിടെ അടുത്ത് തന്നെ വാഴക്കുളത്ത് നുസ്രത്തുൽ ഇസ്ലാം ഹൈസ്കൂളിൽ SSLCക്ക്. ഇക്കടെ എൻ്റെ എല്ലാം ഉണ്ട്. ഞാൻ മറ്റേ എൻ്റെ വീട്ടിലെ ഏറ്റവും ഇളയാളാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വാപ്പ ഉമ്മ കൂടെ ഉണ്ട്, പിന്നെ ഭാര്യ, പിന്നെ മൂത്ത മകൻ, 2ാമത് പെൺകുട്ടി. ഈ ബിസിനസ് തന്നെ നിങ്ങൾക്ക് വേറെ രീതിയിൽ കൊണ്ടുവരണം താല്പര്യമുണ്ട്? ഈ ബിസിനസ് കുറച്ചുകൂടി നല്ല, ഞങ്ങളിപ്പോൾ വേറെ, അതായത് ഇപ്പോൾ ഇതിൻ്റെ വിൻഡോസ്, ഈ ക്രാസി അതുപോലുള്ള ഐറ്റംസിനൊക്കെ ലൈസൻസ് ഉണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് കുറച്ചുകൂടി. അതിനൊക്കെ ലൈസൻസിൻ്റെ ആവശ്യമുണ്ടോ? പഞ്ചായത്ത് ലൈസൻസ് ആവശ്യമുണ്ട്. അതിങ്ങനെ വിൻഡോ ഇതൊക്കെ ഇതിനും വേണം ലൈസൻസ്, ക്രാസി എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ വിപുലീകരിച്ച് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ തൽക്കാലം വന്നിരിക്കുന്ന ഈ മാർക്കറ്റിൽ വന്നിരിക്കുന്ന മറ്റേ ചെറിയൊരു ബാങ്കായിട്ട് വല്ല ഹൈപ്പോത്തിക്കേഷൻ ഉണ്ട്. ഏത് ബാങ്കായിട്ടാണ്? ആ ബാങ്കിൻ്റെ സഹകരണം അങ്ങനെ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ നിന്നാണ് ഞങ്ങൾക്ക് സഹായം ചെയ്തിട്ടുള്ളത്. അവിടെ കുഴപ്പമില്ല, എല്ലാ രീതിയിലുള്ള സഹകരണം ഉണ്ടായിരുന്നു. അവിടെ കൂടുതൽ ലോൺ തരാമെന്ന് മാനേജർ പറഞ്ഞാൽ വാങ്ങിക്കുമോ ഇപ്പോഴത്തെ കണ്ടീഷനിൽ? ഇപ്പോഴത്തെ ഞങ്ങളിപ്പോൾ ലോൺ എങ്ങനെയും അടച്ചു തീർത്ത് സ്വയം പര്യാപ്തതയിലേക്ക് വരണമെന്നുള്ള താല്പര്യത്തിലാണ് നിൽക്കുന്നത്.
കാരണം ഞങ്ങൾ ഈ പ്രോഗ്രാമിൽ പലരും ചോദിക്കാറുണ്ട് ഇങ്ങനെ ചോദ്യങ്ങൾ, ബിസിനസ്സുകാരോട് ചോദിക്കുന്ന ചോദ്യമാണ്. കൂടുതൽ പൈസ ബാങ്കുകാർക്ക് എപ്പോഴും ഒരാളെ കുഴപ്പത്തിലാക്കുക എന്നല്ല, അത് ഞാൻ ഇക്കാരോട് ചോദിച്ചത്. അപ്പോൾ ബാങ്കിന്റെ സഹകരണം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ കഴിയുന്നതും ബാങ്ക് ലോൺ ഒഴിവാക്കി പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇതല്ലാണ്ട് വേറെ വല്ലതും ഒക്കെ ചെയ്യുന്നുണ്ടോ? ഞാൻ മറ്റേ കോൺട്രാക്ടർ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഓക്കെ. അപ്പോൾ ആ രീതിയിൽ അന്ന് ഒരു പ്രതിസന്ധി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. ചെയ്യണ്ട. സംതൃപ്തനാണോ? പൂർണ്ണ സംതൃപ്തനാണോ? തീർച്ചയായിട്ടും പൂർണ്ണ സംതൃപ്തനാണ്. ഞാൻ എൻ്റെ സ്കൂൾ ഫീൽഡിൽ സംതൃപ്തി കുറവാണ്. കാരണം സർക്കാരിൻ്റെ പൂർണ്ണമായ സഹകരണമില്ല. 2005 ശേഷം നിയമനങ്ങൾ, നമ്മൾ ഒരു പോസ്റ്റ് വന്നാൽ പിള്ളേരുണ്ടെങ്കിൽ നമുക്ക് അധ്യാപകരെ ഇല്ലാതെ പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മൾ ആളെ കണ്ടെത്തി വെച്ച് കഴിയുമ്പോൾ അവരുടെ നിയമനങ്ങൾ അംഗീകരിക്കാനും, അങ്ങനെ നിയമന നിരോധനത്തിൻ്റെ ഒരു കാലഘട്ടമാണെങ്കിലും കഴിഞ്ഞ ദിവസം ഒരു ഉത്തരവൊക്കെ സർക്കാർ ഇട്ടിട്ടുണ്ട് നിയമനമൊക്കെ അംഗീകരിക്കാൻ. അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഉത്തരവല്ലാത്തതുകൊണ്ട് ശമ്പളങ്ങൾ വാങ്ങാതെ തന്നെ 4-5 വർഷമായ അധ്യാപകർ എൻ്റെ സ്ഥാപനങ്ങളിലുണ്ട്. അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ. അപ്പോൾ അതിനെതിരെ എന്ത് പ്രതിവിധിയാണ്? അതിനെതിരെ നമ്മൾ കോടതിയിലൊക്കെ മൂവ് ചെയ്തിട്ടുണ്ട്. ബാക്കി ബിസിനസ് പരമായിട്ട് നല്ല സംതൃപ്തി. ബിസിനസ്സിൽ വലിയ സംതൃപ്തി കുറവൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ഇക്കാനോട് അസിസിക്കോടാണ് നമ്മുടെ പ്രേക്ഷകരോട് ഈ പ്രോഗ്രാം നല്ല രീതിയിൽ കണ്ടിട്ടുണ്ട്. അതിൻ്റെ പ്രേക്ഷകരോട് എന്താണ് ഈ ബിസിനസ് പരം മറ്റുള്ള ടിക്കൊക്കെ പറയാനുള്ളത്? ഇത് പുറമെ നിന്ന് നോക്കുമ്പോൾ ഒരു സൈഡ് ബിസിനസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞ രീതിയിലുള്ള ബിസിനസ് എന്ന രീതിയിലാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. പക്ഷേ ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് വളരെയധികം ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളൊരു ബിസിനസ്സാണിത് എന്ന് മനസ്സിലാവും. അതേപോലെ ലാഭം ഇപ്പോൾ നമ്മൾ പൊതുവെ മറ്റ് ബിസിനസ്സുകളിൽ നിന്ന് ഉദ്ദേശിക്കുന്ന ഒരു ലാഭവും ഇതിനകത്തുനിന്ന് കിട്ടാൻ സാധ്യതയില്ല. കാരണം ഒന്ന് ഈ കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ടും ആണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ മാർക്കറ്റിൽ സാധനം ചിലവുണ്ട്, അതനുസരിച്ച് നമ്മൾ പ്രൊഡക്ഷനും ഉണ്ട്. നല്ലൊരു ബിസിനസ്സാണിത്. കാരണം വേറെ കൂടുതൽ നമ്മൾ ടെൻഷൻ ചെയ്യാനും സ്ട്രെയിൻ ചെയ്യാനുള്ള ഒന്നുമില്ല. ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചാൽ ലാഭമുണ്ട്. ഇത് ഇപ്പോഴത്തെ ഈ മാന്യം അത് നമ്മൾ എല്ലാവരും ബാധിക്കുന്ന കൂട്ടത്തിൽ നമ്മളെയും ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പോരാഴിക ഈ ഫീൽഡിലുണ്ട് അല്ലേ? എന്താ ഇക്കൊക്കെ പ്രേക്ഷകരോട് പ്രത്യേകിച്ച് ഈ കാണുന്ന ചിലപ്പോൾ ഇക്കയുടെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ മാതാപിതാക്കൾ പോലും ഇത് കാണുന്നുണ്ടാവും. അപ്പോൾ എന്താണ് ഇക്കൊക്കെ പ്രേക്ഷകരോട് പറയാനുള്ളത്? എനിക്ക് പ്രത്യേകിച്ച് പ്രേക്ഷകരോട് പറയാനുള്ളത് കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക. അത് ഈ അൺഎയ്ഡഡ് സ്ഥാപനങ്ങളൊക്കെ ഫീസ് വാങ്ങി പഠിപ്പിക്കണത്. ഇപ്പോൾ ശരിക്ക് പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഭരണഘടന നമുക്ക് 14 വയസ്സ് വരെ സൗജന്യ വിദ്യാഭ്യാസം സർക്കാർ നമുക്ക് തരേണ്ടതാണ്. അത് ഏറ്റെടുത്ത് അതുപോലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ കുട്ടികളെ പഠിപ്പിച്ച് അതുവരെ അൺഎയ്ഡഡ് സ്കൂളുകളിലൊക്കെ ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്നത് ആ ഫീസുകളെല്ലാം സേവ് ചെയ്തിട്ട് എൻജിനീയറിങ്ങിനോ MBBS ഡോക്ടറാവാനോ മറ്റ് ഏതെങ്കിലും ഫീൽഡിലേക്ക് തിരിയുന്ന സമയത്ത് നല്ലൊരു തുകയൊക്കെ കൊടുത്ത് നമുക്ക് ചിലപ്പോൾ സീറ്റൊക്കെ വാങ്ങേണ്ടി വന്നാൽ ആ സമയത്ത് ആ പൈസ ഉപയോഗിക്കാൻ വേണ്ടി സേവ് ചെയ്ത് അവർ രക്ഷപ്പെടാനുള്ള മാർഗം നോക്കുക. അതാണ് എനിക്ക് പ്രധാനമായിട്ടും ഈ ഫീൽഡിൽ ഞാൻ നിന്നിട്ട് എനിക്ക് മനസ്സിലായിരുന്നത്. ഇത്രയും തിരക്കുണ്ടായിട്ട് പോലും ഈ വളരെയധികം സമയം നമ്മൾ കൂടി ചെലവഴിച്ച ഹൈടെക് ഹോളോബ്രിക്സിൻ്റെ 2 പാർട്ട്ണർമാർക്കും അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും ഇവിടെ സ്കൂളുകളും നടത്തുന്നുണ്ട്. ഒരു വലിയ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവർക്കും ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. വിദ്യാഭ്യാസം കച്ചവടമാക്കുന്ന ഈ കാലഘട്ടത്തിൽ അസീസിക്കയും അതുപോലെ നാസറിക്കയും അവരുടെ വരുമാനത്തിൻ്റെ കുറച്ചു ഭാഗം ഈ 2 സ്കൂളുകളിലേക്കായി മാറ്റിവെച്ചിരിക്കുകയാണ്. ഇവരുടെ പ്രവൃത്തിയെ എത്ര പൂർത്തിയാലും നമുക്ക് മതിവരില്ല. വീണ്ടും പുതിയ ആളുകളുമായി പുതിയ എപ്പിസോഡിൽ കാണുന്നവരെയും ഈ ഉയരങ്ങളിലെ പ്രോഗ്രാം ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഗുഡ് ബൈ.